എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വിവാഹത്തിന് മുൻപ് പെണ്ണിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിവാഹം എന്നത് ജീവിതത്തിലെ ഒരു വലിയ തീരുമാനമാണ്. ഇതിനുശേഷം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറുന്നു. വളരെയധികം സ്നേഹിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ എല്ലാവരും ആഗ്രഹിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ അത്തരമൊരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കേണ്ട വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹത്തിന് മുൻപ് പരസ്പരം അറിയാനായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പങ്കാളിയെ മുൻകൂട്ടി മനസ്സിലാക്കുകയും അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയുകയും ചെയ്യുക. ബന്ധം വിവാഹമായി മാറുമ്പോൾ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു. വിവാഹിതരാകാൻ പോകുന്ന പുരുഷന്മാർ തങ്ങളുടെ പ്രതിശ്രുത വധുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുവഴി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മികച്ചതായി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതെന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, കരിയറിനെ കുറിച്ച്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ തങ്ങളുടെ കരിയറിനെ കുറിച്ച് വളരെ ഗൗരവമുള്ളവരാണ്. കല്യാണം കഴിഞ്ഞാലും ജോലി ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പുരുഷന്മാർ അവരുടെ ഭാവി പങ്കാളിയുടെ ഭാവി പദ്ധതികൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അവരുടെ കരിയർ പ്ലാനിനെ കുറിച്ച് അറിയുക. കൂടാതെ എങ്ങനെ ജോലിയും കുടുംബവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നൊക്കെ അറിഞ്ഞു വെക്കുക. വിവാഹത്തിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായാൽ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിക്കാനാകും. രണ്ടാമതായി, സാമ്പത്തികം. നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി എത്രത്തോളം സ്വയം പര്യാപ്തരാണ്, അല്ലെങ്കിൽ അവർ എത്രമാത്രം സാമ്പത്തികമായി ശക്തരാണ് എന്നതും അറിഞ്ഞിരിക്കുക. ഉദാഹരണത്തിന്, സ്ത്രീകൾ അവരുടെ ജീവിത പങ്കാളിയുടെ സമ്പാദ്യം, അവരുടെ സാമ്പത്തിക ശേഷി എന്നിവയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കും. അതുപോലെ പുരുഷന്മാരും തങ്ങളുടെ പ്രതിശ്രുത വധുവിനെ കുറിച്ച് ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സാമ്പത്തിക സ്ഥിതി കൂടി അറിയുന്നതിലൂടെ നിങ്ങളുടെ ഭാവി പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി, ഇഷ്ടാനിഷ്ടങ്ങൾ. ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ശ്രദ്ധിക്കുന്നത് പോലെ പുരുഷന്മാരും ഭാര്യയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വധുവിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾ വിവാഹത്തിന് മുമ്പ് തന്നെ അറിഞ്ഞു വെക്കുക. ഭക്ഷണശീലം, ദിനചര്യ, ജീവിതശൈലി തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി, ലൈംഗികത. ഏതൊരു ദാമ്പത്യത്തിന്റെയും പ്രധാന ഭാഗമാണ് ശാരീരിക ബന്ധം. ചിലർ വൈകാരിക അടുപ്പത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചിലർ ശാരീരികമായ അടുപ്പത്തിന് അത്യധികം പ്രാധാന്യം നൽകും. വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും പരിമിതികളും പങ്കാളി മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തതായി, ശീലങ്ങൾ. ഓരോ വ്യക്തിക്കും നല്ലതും ചീത്തതുമായ ശീലങ്ങളുണ്ട്. വിവാഹം കഴിയുന്നത് വരെ ഈ ശീലങ്ങൾ ശരിയാണ്. വിവാഹശേഷം നിങ്ങളുടെ പങ്കാളിയോടും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത് സഹായിക്കും. അടുത്തതായി, സ്വഭാവം. വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ ഭാവി വധുവിന്റെ സ്വഭാവവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് സ്വഭാവമാണ് പരിധിക്ക് അപ്പുറമുള്ളതെന്നും ഏതാണ് ശരിയെന്നും അറിഞ്ഞിരിക്കണം. പങ്കാളിയുടെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധം മധുരമായി നിലനിർത്താൻ കഴിയും. അതുപോലെ അടുത്തതായി, മുൻകാല ബന്ധങ്ങൾ. വിവാഹത്തിന് മുൻപായി പങ്കാളിയുടെ മുൻകാല ബന്ധങ്ങളെ കുറിച്ച് അറിയേണ്ടതും നല്ലതാണ്. പലപ്പോഴും സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ മുൻകാല ബന്ധങ്ങളെക്കുറിച്ച് ആദ്യം പറയില്ല. എന്നാൽ പിന്നീട് അത് വെളിവാകുമ്പോൾ അത് അവരുടെ ബന്ധത്തെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുൻകാല ബന്ധത്തെക്കുറിച്ച് പരസ്പരം തുറന്ന് സംസാരിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ വിശ്വാസം സ്ഥാപിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.